എനിക്കൊന്നും കേൾക്കണ്ട. ഞാൻ കേട്ടതൊക്കെ നേരാണോ? എല്ലാം നേരാണ്. എടാ കുട്ടപ്പായി, സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചേ? നീ ആ റീല് കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളും അത് കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. എല്ലാം അതിലുണ്ട്. ആ അതേ വലിയ കുട്ടപ്പായി ഇത് അറിയാണ്ട് എടുക്കണോട്ടോ. എന്തായിടാ? അതെ പാപ്പ, പാർട്ടിയെ കൊണ്ടൊന്ന് കാണിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരൊരു CR പറഞ്ഞു. ഞാൻ ദേ ഒരു 1.5 CR അത് ഉറപ്പിച്ചു. സത്യം നമുക്ക് ഇപ്പൊ അറിയാം. അവര് 2 പറഞ്ഞു. ഇതെല്ലാം സത്യമാണോ കുട്ടപ്പായി? ഇത് എനിക്ക് വെച്ചിട്ട് ട്രാപ്പാണ്. ആ ആപ്പെല്ലാം ഫേക്കായിരുന്നു. അത് അയാളുണ്ട് പറയുകയും ചെയ്തു. എന്താ കുട്ടപ്പായി വ്യാഗ വിഷമിച്ചിരിക്കാനുള്ള? എന്തിനാ അച്ചായ നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്തേ? ചതി അതെനിക്ക് ഇഷ്ടമല്ലാത്ത വാക്കാണ്. പിന്നെ എന്തിനാ നിന്നോട് ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഞാൻ ഇത്രയും കാലം പാപ്പനോട് ജോലി ചെയ്തിട്ട് ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല. നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ ഒരു CR ആ പ്ലോട്ട് ഞാൻ എടുത്തോളാം. അപ്പൊ നിനക്ക് 1.5 വേണം. നിന്റെ കമ്മീഷൻ അത് എത്ര വേണമെങ്കിലും തരാമെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ നീ പാപ്പന്റെ വിശ്വസ്തനായി. അന്നേ ഞാൻ നിനക്ക് ഓങ്ങി വെച്ചതാ ഒരു പണി. പാപ്പനത് ഒരു CR കൊടുക്കാൻ തയ്യാറാണ്. പിന്നെ എനിക്കെന്താ കുഴപ്പം? നീ അത് പറയാതെ പാപ്പനത് കൊടുക്കില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. നിന്നെ അത്രയ്ക്ക് വിശ്വാസമാണ് ആ പാപ്പന്. ആ വിശ്വാസമാണ് ഒരു ഫേക്ക് മൊബൈൽ ആപ്പ് കൊണ്ട് ഞാൻ തകർത്ത് കളഞ്ഞത്. ഡിജിറ്റൽ യുഗത്തെക്കുറിച്ച് ഒരു മണ്ണാങ്കട്ടയും അറിയാത്ത പാപ്പനെ ഇത്ര പെട്ടെന്ന് പറ്റിക്കാൻ കഴിയുമെന്ന് ഞാനും കരുതിയില്ല. അപ്പൊ മൊബൈൽ വേറെ ഉടായിപ്പ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ പാപ്പനോട് സത്യം പറയണം. നിനക്കത് പാപ്പനോട് തുറന്ന് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞത് പാപ്പൻ കേക്കണ്ടേ? അതിന് മുന്നേ അങ്ങേരെ എന്നെ പിടിച്ച് പുറത്താക്കിയില്ലേ? നടക്കട പുറത്ത്. പാപ്പ ഞാൻ പറയണമെന്ന് കേൾക്കും. നീ ഒന്നും പറയണ്ട. പാപ്പ സത്യം അറിയണം. നീ മര്യാദക്ക് ഇവിടുന്ന് പൊക്കോ, അല്ലെങ്കിൽ നിന്റെ കാല് ഞാൻ തട്ടി കൊടുക്കും. പാപ്പ ഞാൻ പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകും. ആര് വേണേ പട്ടിയെ പിടിച്ച് പുറത്താക്കാൻ. എന്താ പാപ്പ ഈ പട്ടിയെ പിടിച്ച് പുറത്താക്കണ? കടക്കടാ പുറത്ത്. നീ പോടാ. മുതലാളി എന്നോട് പോടാന്ന്. നീ അതും കേട്ട് നിൽക്കാതെ അവരെ പിടിച്ച് പുറത്താക്കടാ. ഇപ്പൊ പുറത്താക്കാം. ഇത് ഞാനും പാപ്പനും തമ്മിലുള്ള വിഷയമാണ്. ഇതിൽ നീ ഇടപെടണ്ട. എന്നാ ഞാൻ പോണ്. വാടാ. നിങ്ങൾ എവിടെ പോണ്? ഇവനെ പിടിച്ച് പുറത്താക്കടാ. ഇതിന്റെ പേരിൽ എന്ത് വന്നാലും ഞാനേറ്റ്. ആഹാ അങ്ങനെയാണോ? ഇപ്പൊ പുറത്താക്കാം. നീ ഇവിടുന്ന് പോണെങ്കിൽ എന്നെ തല്ലിയിട്ട് വേണം പോകാൻ. എന്നെ എനിക്ക് പാപ്പനോടാണ് സംസാരിക്കാനുള്ളത്. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്നെ തല്ലടാ. തല്ല്. പാപ്പ ഞാൻ നിരപരാധിയാണ്. സത്യം ഞാൻ തെളിയിക്കും. ഞാൻ ഇതുവരെ ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല. നീ എന്നെ തല്ലടാ. തല്ല്. എന്നാ പോകാം. നീ എന്നെ തല്ലിയില്ലേ? ഇനി നിനക്ക് പോകാം. അച്ചായന്റെ വാക്ക് കേട്ട് പാപ്പൻ എന്നെ തള്ളി പറഞ്ഞു. ഞാൻ ഇനി ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തണമെങ്കിൽ അത് സത്യം തെളിയിച്ചിട്ടായിരിക്കും. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യൂടാ? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പാപ്പന്റെ പ്ലോട്ടിന്റെ വില ഇടിച്ചു താത്തി വാങ്ങിക്കാനാ അച്ചായന്റെ പരിപാടി. ആ പ്ലോട്ട് ഒരു CR നീ എനിക്ക് വാങ്ങിച്ചു തന്നാൽ ഞാൻ അവിടെ പണിയുന്ന ഫ്ലാറ്റിൽ നിനക്ക് കാര്യസ്ഥനായിട്ട് ജോലി ചെയ്യാം. നല്ല കമ്മീഷൻ ഞാൻ തരാം. ഇനി ഞാൻ എന്ത് പറഞ്ഞാലും
പാപ്പൻ വിശ്വസിക്കൂല എൻ്റെ ചായ. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് എന്നെ വന്ന് കാണും. എടാ നമുക്കൊരു പണി ചെയ്താലോ? എന്ത് പണി? അച്ചായന്റെ മൊബൈല് നമുക്കങ്ങ് പൊക്കിയാലോ? പൊക്കിയിട്ട് എന്ത് ചെയ്യാനാ? മൊബൈല് കൊണ്ടുപോയി നമുക്ക് പാപ്പന്റെ അടുത്ത് കൊടുത്ത് സത്യം തെളിയിക്കാലോ? അത് കൊള്ളാം. പക്ഷെ ആര് പൊക്കും? അതിന് നമ്മുടെ കയ്യിൽ ആളുണ്ട്. ആര്? സുന്ദരൻ. ഏത് സുന്ദരൻ? കള്ളൻ സുന്ദരൻ. അവനാ? അവൻ കള്ളനല്ലേ? അവനാണ് ഇതിന് ബെസ്റ്റ്. നമുക്കിനി അവനെ പൊക്കിയിട്ട് തന്നെ കാര്യം. വാ. ഞാൻ ഇവിടെ നിൽക്കാം, നീ പോയി നോക്കിട്ട് വാ. ശരി, ചെല്ല്. സുന്ദര, 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 സുന്ദര. ആരാ? എടാ സുന്ദര, നിന്നൊന്ന് കാണാമെന്നതാ. എനിക്കാരും കണ്ട. എടാ നിന്നോടൊരു കാര്യം പറയാനാ. എനിക്കൊന്നും കേൾക്കണ്ട. പോടാന്ന്. എടാ ഓടല്ലേ? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? എടാ നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? എടാ അമേരിക്കയിൽ നിന്ന് വന്ന അച്ചായനില്ലേ, അച്ചായന്റെ കയ്യിൽ ഒരു മൊബൈലുണ്ട്. അത് പൊക്കി ഞങ്ങൾക്ക് നീ തരണം. എന്നെ കൊണ്ടൊന്നും പറ്റൊന്നുമില്ല. ഞാൻ ആ പണിയൊക്കെ നിർത്തി. നിങ്ങൾ വേറെ ആരെയും പോയി നോക്ക്. എടാ നിനക്ക് ഉപകാരം ഉണ്ടാവും. പിന്നെ ഉപകാരം പോലീസുകാരും ഉണ്ടായേ. കൂമ്പിനിട്ട് ഇങ്ങനെ കുനിച്ചിരുത്തിരിക്കാൻ വേണ്ടല്ല, ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടാ. ആ നിനക്കൊരു കുഴപ്പം വരാതെ ഞങ്ങൾ നോക്കിയാ പോരെ? എടാ നീങ്ങ വന്നേ. എടാ നിനക്ക് ഇതുവരെ കൂമ്പിലിട്ട് ഇടിയല്ലേ കിട്ടിയുള്ളൂ. ഞങ്ങളെ നിനക്കൊരു ഫുള്ള വാങ്ങിച്ചു തന്നെ, അതും നല്ല ഫോറിൻ സാധനം. പറ്റിക്കുന്നതാണോ? അല്ലടാ സത്യമായിട്ടും. ഒരു പ്രാവശ്യം ഇനി എൻ്റെ അടുത്ത് പറയരുത് കേട്ടോ. മതി, അത് മതി, അത് മതിയല്ലടാ. മതിടാ. അങ്ങനെ നീ അച്ചായന്റെ വീട്ടിൽ പോകുന്നു, ആരും അറിയാതെ നീ അച്ചായന്റെ വീട്ടിൽ കയറുന്നു, അച്ചായന്റെ ഫോൺ തപ്പുന്നു, ആ ഫോൺ എടുത്ത് നീ ഞങ്ങൾക്ക് തരുന്നു, ഞങ്ങളപ്പോ നിനക്കൊരു ഫുള്ള് തരുന്നു. ഓ എന്നെടുക്കണ്ടേ?